2023 220 സിനിമകളാണ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ 20-ൽ താഴെ സിനിമകൾക്ക് മാത്രമാണ് തിയേറ്ററിലും മലയാളികളുടെ മനസ്സിലും എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാനായത്. അതിൽ ചിലത് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയപ്പോൾ ചില സിനിമകൾ അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ടും സിനിമയുടെ ക്വാളിറ്റി കൊണ്ടും നമ്മളെ ഞെട്ടിച്ചു. 2023 ഇറങ്ങിയ ഏറ്റവും മികച്ച 10 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ സിനിമകളെ സെലക്ട് ചെയ്തിട്ടുള്ളത് സിനിമകളുടെ ക്വാളിറ്റിയും സിനിമയിലെ അഭിനേതാക്കളുടെ പെർഫോമൻസും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസും എല്ലാം നോക്കിയിട്ടാണ്. എന്നാൽ നമുക്ക് ലിസ്റ്റിലേക്ക് പോകാം. നിതീഷ് സഹദേവ് എഴുതി ഡയറക്റ്റ് ചെയ്ത് ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജുപിള്ള എന്നിവർ അഭിനയിച്ച കോമഡി റോഡ് മൂവി ഫാലിമി. അച്ഛന്റെ കാലങ്ങളായിട്ടുള്ള കാശിയിൽ പോകണമെന്ന ആഗ്രഹം ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് സാധിച്ചു കൊടുക്കുന്ന മകനും കുടുംബവും അവരുടെ കാശിയിലേക്കുള്ള യാത്രയും പറഞ്ഞ സിനിമ തിയേറ്ററിലെത്തിയ പ്രേക്ഷകരെ മതിവരോളം ചിരിപ്പിച്ചപ്പോൾ ബോക്സ് ഓഫീസിലും സിനിമ വിജയമായി. ജഗദീഷും മഞ്ജുപിള്ളയും ബേസിലും ജഗദീഷിന്റെ അച്ഛനായെത്തിയ മീനരാജും എല്ലാവരും അവർക്ക് കിട്ടിയ വേഷത്തിൽ മനോഹരമായി തന്നെ അഭിനയിച്ചു. രോഹിത് MG കൃഷ്ണൻ എഴുതി ഡയറക്റ്റ് ചെയ്ത് ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി ഇരട്ട. ജോജു ജോർജ്, ASI വിനോദ് കുമാർ, DVSP പ്രമോദ് കുമാർ എന്നീ ഇരട്ട സഹോദരന്മാരായ പോലീസ് ഓഫീസറുകളുടെ വേഷത്തിൽ ഡബിൾ റോളിൽ അഭിനയിച്ച സിനിമയിൽ വിനോദ് കുമാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊല്ലപ്പെടുന്നതും വിനോദ് കുമാറുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന പ്രമോദ് കുമാർ കേസ് അന്വേഷിക്കുന്നതുമാണ് കഥ. രണ്ട് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായി ജോജു ജോർജ് തകർത്ത് അഭിനയിച്ചപ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് സസ്പെൻസ് സിനിമ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു വേദനയായി നിൽക്കും. രോഹിത് ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സിനിമ മികച്ചതായിരുന്നു എങ്കിലും തിയേറ്ററിൽ സിനിമയ്ക്ക് വിജയമാകാനായില്ല. മിഥുൻ മാനുവൽ തോമസ് എഴുതി അരുൺ വർമ്മ ഡയറക്റ്റ് ചെയ്ത് സുരേഷ് ഗോപി, ബിജു മേനോൻ എന്നിവർ ലീഡ് റോളിലെത്തിയ ക്രൈം ത്രില്ലർ ഫിലിം ഗരുഡൻ. അരുൺ വർമ്മ ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഒരു കോളേജ് വിദ്യാർത്ഥി ലൈംഗിക പീഡനം നേരിട്ട് കൊല്ലപ്പെടുന്നതും കേസ് അന്വേഷിക്കുന്ന സുരേഷ് ഗോപിയുടെ ഹരീഷ് മാധവ് കോളേജ് പ്രൊഫസറായ ബിജു മേനോൻ ചെയ്യുന്ന നിഷാന്ത് കുമാറിനെ കേസിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുന്നതും ശിക്ഷ കഴിഞ്ഞ നിഷാന്ത് വീണ്ടും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നതുമാണ് കഥ. സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സുരേഷ് ഗോപിയും ബിജു മേനോനും നല്ലൊരു പണി കൂട്ടത്തിൽ ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് സസ്പെൻസും കൂടിയായപ്പോ സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായി. മുഹമ്മദ് ഷാഫി, റോണി ഡേവിഡ് രാജ് എന്നിവർ എഴുതി റോബിൻ വർഗീസ് രാജ് ആദ്യമായി ഡയറക്റ്റ് ചെയ്ത് മമ്മൂട്ടി നായകനായി എത്തിയ ക്രൈം ത്രില്ലർ ഫിലിം കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ 4 പേരടങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശരിക്കും നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്ത് കഥ പറഞ്ഞ സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച 3ാമത്തെ സിനിമ കൂടിയായിരുന്നു. സിനിമ കഥ പറഞ്ഞ രീതിയും റിയലിസ്റ്റിക് പോലീസ് ഇൻവെസ്റ്റിഗേഷനും മമ്മൂട്ടിയുടെ തകർപ്പൻ പെർഫോമൻസും കൂടി ആയപ്പോൾ സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായി. പക്ഷെ നമുക്ക് പോകേണ്ട വഴി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ശാന്തി മായാദേവി, ജിത്തു ജോസഫ് എന്നിവർ എഴുതി ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ, അനശ്വര രാജൻ, സിദ്ദീഖ് എന്നിവർ പ്രധാന കഥാപാത്രത്തിലെത്തിയ ക്രൈം കോർട്ട് റൂം ഡ്രാമ മൂവി നേര്. സാറ എന്ന അന്ധയായ പെൺകുട്ടിക്ക് സമൂഹത്തിലെ മേൽത്തട്ടിലുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ലൈംഗിക പീഡനവും ലാലേട്ടൻ ചെയ്യുന്ന കുറച്ചു കാലമായി പ്രാക്ടീസ് ചെയ്യാത്ത ലോയർ വിജയ് മോഹൻ. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ എം നോട്ട് കോൺഫിഡന്റ് എനിമോർ. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരുന്നതും തുടർന്ന് നടക്കുന്ന കോർട്ട് റൂം ട്രയലുമാണ് സിനിമയുടെ കഥ. വലിയ ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നും ഇല്ലെങ്കിലും ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ കഥ പറയുന്ന രീതിയും എൻഗേജിംഗ് ആയ സ്ക്രിപ്റ്റും ലാലേട്ടന്റെയും അനശ്വര രാജിന്റെയും സിദ്ദീഖിന്റെയും ജഗദീഷിന്റെയും എല്ലാം ഇമോഷണലി കണക്ട് ചെയ്യുന്ന പെർഫോമൻസ് കൊണ്ടും എല്ലാം സിനിമ മികച്ചതായി. 2023 പറയത്തക്ക വിജയങ്ങളൊന്നും ഇല്ലാതിരുന്ന ലാലേട്ടന്റെ വിജയവഴിയിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു വർഷാവസാനം ഇറങ്ങിയ നേര്. ജിത്തു മാധവൻ ആദ്യമായി എഴുതി ഡയറക്റ്റ് ചെയ്ത് സൗബീൻ, അർജുൻ അശോകൻ, സജിൻ ഗോപു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഹൊറർ മൂവി രോമാഞ്ചം. ബാംഗ്ലൂരിൽ താമസിക്കുന്ന 7 കൂട്ടുകാരുടെ കഥ പറഞ്ഞ സിനിമ വലിയ ഹൈപ്പുകളൊന്നും ഇല്ലാതെയായിരുന്നു തിയേറ്ററിൽ എത്തിയത്. എന്നാൽ ആദ്യ ദിവസങ്ങളിലെ പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം കേട്ട് സിനിമാ പ്രേമികൾ രോമാഞ്ചം ഏറ്റെടുക്കുകയും സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമാവുകയും ചെയ്തു. സൗബിനും അർജുൻ അശോകനും സജിൻ ഗോപുവിനും പുറമെ എല്ലാവരും തന്നെ മികച്ച അഭിനയം കാഴ്ചവെക്കുകയും കോമഡി ടൈമിംഗ് കറക്റ്റായി വർക്കൗട്ട് ആവുകയും കൂട്ടത്തിൽ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കും കൂടി ആയപ്പോ സിനിമ വേറെ ലെവലായി. തെറ്റിച്ചതിനെ പൊത്തപ്പിക്കുന്ന പുതുമുഖ സംവിധായകൻ നഹാസ് ഹിദായത്ത് ഡയറക്റ്റ് ചെയ്ത് ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് മാധവ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ മൂവി RDX.
ഷേനികവും ആന്റണി വർഗീസും റോബർട്ട് ഡോണി എന്നീ സഹോദരന്മാരായും നീരജ് കസിനായ സേവ്യറായും ബാബു ആന്റണി അവരുടെ മാർഷൽ ആർട്സ് മാസ്റ്ററായും അഭിനയിച്ച സിനിമയിൽ പള്ളിപ്പെരുന്നാളിനിടെ കോളനിയിലെ ഒരു ഗ്യാങ്ങുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും പ്രതികാരത്തിന്റെയും കഥയാണ് പറഞ്ഞത്. ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ സിനിമയായ കിങ് ഓഫ് കൊത്തയുടെ കൂടെ ഓണത്തിന് ഇറങ്ങിയ സിനിമ ദുൽഖറിന്റെ സിനിമയുടെ മുമ്പിൽ മുങ്ങിപ്പോകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും സിനിമയിലെ കിടിലൻ ആക്ഷൻ രംഗങ്ങളും 3 കഥാപാത്രങ്ങളുടെയും കെമിസ്ട്രിയും പ്രേക്ഷകനെ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രതികാര രംഗങ്ങളും എല്ലാം സിനിമയെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഫിലിം പാക്കേജ് ആക്കുകയും 100 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായി മാറുകയും ചെയ്തു RDX. അല്ലേ തലയിൽ ആണി കയറും. എന്നാ നീ കേട്ടടാ. ലിജോ ജോസ് പെല്ലിശ്ശേരി ഡയറക്ട് ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി നായകനായി എത്തിയ നൻപകൽ നേരത്ത് മയക്കം. തമിഴ്നാട് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയ സംഘം കേരളത്തിലേക്ക് മടങ്ങി വരുന്ന വഴി ഗ്രൂപ്പിലെ മമ്മൂട്ടി ചെയ്യുന്ന ജെയിംസ് ബസ്സിറങ്ങി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നതും അവിടുത്തെ ഒരാളെ പെരുമാറുന്നതും ആയിരുന്നു സിനിമയുടെ കഥ. സിനിമ പ്രസന്റ് ചെയ്ത രീതിയും മനസ്സിരുത്തി കണ്ടാൽ മാത്രം മനസ്സിലാകുന്ന സിനിമയുടെ ഡബിൾ ലെയർ കഥയും ലാർജർ ക്യാമറ ആംഗിൾസും മമ്മൂട്ടിയുടെ അന്യായ പെർഫോമൻസ് കൊണ്ടും എല്ലാം സിനിമ LJPയുടെ ഡയറക്ഷൻ ബ്രില്യൻസ് ഒരിക്കൽ കൂടി കാണിക്കുന്നതായിരുന്നു. ബോക്സ് ഓഫീസിലും സിനിമ മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. ആദർശ് പോൾസൺ എന്നിവർ എഴുതി ജിയോ ബേബി ഡയറക്ട് ചെയ്ത് മമ്മൂട്ടി ജ്യോതിക എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാതൽ ദ കോർ. തന്റെ സെക്ഷുവാലിറ്റി മറച്ചുവെച്ച ഹോമോസെക്ഷൽ വ്യക്തിക്കും പാർട്ണറിനും ഒരു സ്ട്രേറ്റ് മാരേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഹോമോസെക്ഷുവാലിറ്റി പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ഹോമോസെക്ഷൽ വ്യക്തിക്ക് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള പേടിയും ഒക്കെ പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും മമ്മൂട്ടി കമ്പനി ആയിരുന്നു. സിനിമയിൽ ജിയോ ബേബി ജെയിംസിന്റെയും ഭാര്യ ഓമനയുടെയും മകളുടെയും അച്ഛന്റെയും ആൺസുഹൃത്ത് തങ്കന്റെയും ഇടയിലുള്ള ബന്ധങ്ങളെ വെറുപ്പിന്റെയോ കുറ്റപ്പെടുത്തലിന്റെയോ രീതിയിലല്ലാതെ പോസിറ്റീവായി അവതരിപ്പിച്ച രീതിയും കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ ഇമോഷണൽ രംഗങ്ങളിലെ അഭിനയം ശരിക്കും കാണുന്ന പ്രേക്ഷകരിലേക്കും അയാളുടെ വേദന എത്തിക്കുന്നതായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിലും വിജയമായി. നമ്പർ 1ലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഹോണറബിൾ മെൻഷൻസ്. തങ്കം, പൂക്കാലം, മധുര മനോഹര മോഹം, മദനോത്സവം, സുലൈഖ മൻസിൽ. ജൂഡ് ആന്റണി എഴുതി ഡയറക്ട് ചെയ്ത് ടോവിനോ, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ 2018 കേരളത്തിൽ ഉണ്ടായ മഹാപ്രളയവും അതിനെതിരെ മലയാളികൾ നടത്തിയ കൂട്ടായ പ്രവർത്തനവും അതിൽ മത്സ്യത്തൊഴിലാളികളുടെ റോളും പറഞ്ഞ സിനിമയിൽ മനോഹരമായ വിഷ്വൽ എഫക്റ്റും കഥാപാത്രങ്ങളുടെ ക്രിയേഷനും മറന്നു തുടങ്ങിയിട്ടില്ലാത്ത 2018 ആ ഓർമ്മകളും എല്ലാം പ്രേക്ഷകർക്ക് കണക്ട് ആയപ്പോ കൂട്ടത്തിൽ ക്ലൈമാക്സിലെ ഇമോഷണൽ രംഗങ്ങൾ കൂടി ആയപ്പോ സിനിമ ബോക്സ് ഓഫീസിൽ തരംഗമായി. സിനിമ ഇറങ്ങിയ ആദ്യ ആഴ്ചകളിൽ പല തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാൻ പോലും പാടുപെട്ടു. സിനിമ 177 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. അങ്ങനെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് 2018 സ്വന്തമായി. അത് മാത്രമല്ല 2018 വിദേശ സിനിമകൾക്കുള്ള ഓസ്കാർ അവാർഡിന് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയും ആയി. നിങ്ങളൊരു മൂവി ലവർ ആണോ? എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സ് ആയ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.